ജോർദാനെതിരെയുള്ള ഇറാൻ്റെ ആക്രമണത്തിന് അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇറാനുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ഏറെക്കുറെ ശക്തമായിരിക്കുന്ന യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം നടക്കുന്നത് ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കൂട്ടത്തോടുകൂടി അമേരിക്കയുടെ യുദ്ധവിമാനം കത്തി നശിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരികയും അത് അറേബ്യൻ മീഡിയകളടക്കം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും വൈകി സ്ഥിരീകരിക്കുന്ന രാജ്യങ്ങളാണ് അറേബ്യൻ മീഡിയകൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. യൂറോപ്യൻ രാജ്യങ്ങളാണ് ആദ്യാധിഘട്ടത്തിൽ സ്ഥിരീകരിക്കാറുള്ളത്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളും ഇത് ശരിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എണ്ണൽ സംഖ്യ പറഞ്ഞിട്ടില്ലെന്ന്. യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന വിമാനങ്ങളും യുദ്ധത്തിന് എണ്ണ ശേഖരിക്കുന്ന വിമാനങ്ങളും അടക്കമുള്ള കൂട്ടത്തോടു കൂടിയുള്ളൊരു നശീകരണം ഈ മേഖല ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ്. ജോർദാനെ ഇറാൻ പൊരിച്ചെടുക്കുകയാണ് എന്നുള്ളതാണ് ചില പത്രങ്ങളിലെ ഹെഡിങ്ങിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നേർക്ക് നേരെയുള്ള യുദ്ധം ഇപ്പോൾ നടക്കുന്നത് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജോർദാൻ ജനങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് അതല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇറാൻ നൽകിയിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജോർദാൻ ഒരു ചരിത്ര ഭൂമികയാണ്. അത് ആധുനിക കാലഘട്ടം മുതലേ അങ്ങനെ ഉണ്ട്. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി ജോർദാനും അതിൻ്റെ നദികളും അതിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ട് അത് പറയുന്നുണ്ട്. അറബിയിൽ ജോർദാനെ ഉർദുൻ എന്നാണ് പറയുന്നത്. ആ പരാമർശത്തോടു കൂടി തന്നെ പല വേദഗ്രന്ഥങ്ങളിലും ജോർദാൻ ചരിത്ര ഭൂമികയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈകാരിക തലമുണ്ട്. ജോർദാൻ ഇസ്ലാമിക രാജ്യമാണ്. 99% മുസ്ലിങ്ങളുടെ ദേശമാണ്. അവിടെ പിന്നെ മറ്റുള്ളവരുണ്ട്, ജൂത വിഭാഗങ്ങൾ, ക്രിസ്ത്യാനി വിഭാഗങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ ശതമാനമാണ്. അത് ചിലരൊന്നും ജോർദാൻ പൗരന്മാരല്ല എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാൽ ഇതാണ് അവിടുത്തെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിവിശേഷം. അത് അവരോടാണ് ജോർദാൻ പറഞ്ഞിരിക്കുന്നത്. അവരോടാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ, അതായത് ജോർദാനിലെ പൗരന്മാരെ, നിങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ആക്രമിക്കണമെന്നും ഒരു മഹായുദ്ധം വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ പരിണത ഫലം ഭയാനകരം ആയിരിക്കും, നമ്മൾ ജയിക്കണമെങ്കിൽ ചേർന്ന് നിൽക്കണം. അഥവാ ഈ തലം നോക്കുന്ന സമയത്ത് അവിടെ ഈ കൃത്യതയോട് കൂടി തന്നെ നിങ്ങൾ സംഘടിക്കണം എന്നാണ് പറഞ്ഞത്. ജോർദാൻ ഗവൺമെൻറ്റിനോടല്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇറാനിൽ മുൻപ് നടത്തിയതിന് സമാനമായ രീതിയിലാണ് എന്ന് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു. അതായത് 2024 നമുക്കറിയാം അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളും കലാപങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായി. ഒരുപാട് സൈനികരും ആളുകളൊക്കെ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജനങ്ങളെ നിങ്ങൾ, അതായത് ഇറാൻ്റെ പൗരന്മാരെ നിങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കയ്യേറുകയും അത് അവിടെ നിങ്ങൾ സ്ഥിരപ്പെടുത്തുകയും വേണം. തീർച്ചയായിട്ടും ഭരണം അട്ടിമറിയാൻ പോവുകയാണ്. പുതിയൊരു ഭരണ സംവിധാനം വരാൻ പോവുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ വിളിപ്പകലെ തന്നെയുണ്ട്. അഥവാ അതിർത്തിയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയുണ്ട്. അത് ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് 50,000-ഓളം സൈനികരെ ഇറക്കിക്കൊണ്ട് ഭരണം അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ട്രംപ് പരാമർശം നടത്തിയോടനുബന്ധിച്ചാണ് ഇതിൻ്റെ തുടർ ചലനങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട്, അവിടെ ഭരണം അട്ടിമറിയാൻ പോവാണ്. പല ആളുകളും അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മൊസാദ് സംഘം അവിടെ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു ഏകോപനം ഉണ്ടാക്കുകയും എന്നിട്ട് അവിടെ ഗവൺമെൻറ് വിരുദ്ധമായിരിക്കുന്ന സമീപനം എടുക്കാൻ വേണ്ടി ഇവിടെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കുറേ ആൾക്കാർ വിശ്വസിച്ചു. അവരൊക്കെ ഇപ്പോൾ ജയിലിലാണ്. കുറേ ആൾക്കാർ വെടിയേറ്റ് മരിച്ചു. അങ്ങനെ പോകുന്നു അതിൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചതാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ ഇറാൻ അതെടുത്തിട്ട് ജോർദാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജോർദാനോട് പറയുന്നു, നിങ്ങൾ ഗവൺമെൻറ്റിനെതിരെ അല്ല, അമേരിക്കക്കെതിരെ. കാരണം ഏകദേശം ഒരു 60-ഓളം സൈനിക ബേസുകൾ US-ൻ്റേത് ജോർദാനിലുണ്ട് എന്നുള്ളതാണ്. 6 മുതൽ 19 വരെ അതിൽ കുറഞ്ഞത് മാത്രമേ പബ്ലിക്കായിട്ട് പുറത്ത് വന്നിട്ടുള്ളൂ, വിവരങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ രഹസ്യ കേന്ദ്രങ്ങളും രഹസ്യ മേഖലയുമാണ്. ഇത് കണ്ടുപിടിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷേ ഇറാൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എണ്ണൽ സംഖ്യ ഓരോ ദിവസം കൂടി വരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ജോർദാനിലെ അൽ അസ്രക്ക് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത്.
15ഓളം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ കത്തിപ്പോയിട്ടുണ്ട് എന്നാണ് പറയുന്നു. ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് അമേരിക്ക സ്ഥിരീകരിച്ചു. ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു. എന്നാൽ അതിൻ്റെ കഷ്ണങ്ങൾ ചെതറി വീണുകൊണ്ട് ചില പ്രദേശത്തൊക്കെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് കെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായ രീതിയിലാണ് അവർ പറയുന്നത്. ജോർദാനിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് ഇറാൻ ആക്രമിച്ച സമയത്ത് പോലും ഒന്നുപോലും സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക. പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന പല സൈനിക ബേസിനെയും മാറ്റി നിർത്തിക്കൊണ്ട് അൽ-അസർക്ക് വരെ മാറ്റി നിർത്തിക്കൊണ്ട് പിന്നീട് എന്ത് ചെയ്യുന്നു, ഏറ്റവും ഒഴിവുള്ള ശ്രദ്ധിക്കപ്പെടാത്ത ഏരിയ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു. അപ്പോൾ ആ മേഖലയൊക്കെ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട പ്രദേശത്താണ് ആക്രമണം നടത്തിക്കൊണ്ട് അവർ മരുഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്നു. അത് ഒളിപ്പോർ യുദ്ധ പോരാളികൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. ഇതെല്ലാമാണ് ഇപ്പോൾ ഇറാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോയി ജോർദാനിലെത്തുന്ന സമയത്ത് ജോർദാനിലെ വിഷയം എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ രസമുള്ള കാര്യമാണ്. ജോർദാൻ ആക്രമണത്തിന് അറബ് രാജ്യങ്ങൾ പിന്തുണക്കുന്നു. എന്താ അതിൻ്റെ കാര്യം? അതിനൊരു ചരിത്രപരമായിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. 2025 ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു UN സഭയെ അഭിമുഖീകരിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യം സാമ്രാജ്യമാക്കി മാറ്റുന്നതും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ദൗത്യം ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ആ ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ സിറിയ, ലെബനാൻ, ജോർദാൻ എന്നീ ഈജിപ്ത് എന്നീ രാജ്യങ്ങളൊക്കെ ഇതിലോട്ട് ചേരേണ്ടതാണ്. കുറഞ്ഞൊരു ഭാഗം ഇറാഖിൻ്റേതും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ സിംഹഭാഗവും അതെല്ലാം കൂടി ചേരുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതൊരു സാമ്രാജ്യമായി വിപുലീകരിച്ചൊരു സംവിധാനത്തോടു കൂടി എത്തുകയുള്ളൂ. ഞങ്ങൾ അതിൻ്റെ കഠിനമായിരിക്കുന്ന ശ്രമമാണ് ദൈവം ഏൽപ്പിച്ചിട്ടെന്ന് പറയുന്ന സമയത്ത് കഠിനമായി ശ്രമിക്കണമല്ലോ, അതല്ലേ ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ആരംഭഘട്ടമാണ് യഥാർത്ഥത്തിൽ ലെബനാനിൽ നടക്കുന്നത്. കാര്യം ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന ഒരേ രാജ്യത്തിൻ്റെ പേര് ലെബനാനാണ്. ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പാണ്. യമനിലെ ഹൂത്തികൾ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ യമൻ അവരുടെ ലിസ്റ്റിൽപ്പെട്ടതല്ല, ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യവുമല്ല. അപ്പോൾ ഈ നേരെ മറിച്ച് ലെബനാനെ സംബന്ധിച്ച പ്രതിരോധമുണ്ട്. സിറിയയിൽ അത് ഉണ്ടാവില്ല, ജോർദാനിൽ ഉണ്ടാവില്ല, ഈജിപ്തിൽ ഉണ്ടാവില്ല, മറ്റൊരു രാജ്യത്തും ഉണ്ടാവില്ല, ഇവിടെ മാത്രം ഉണ്ടാകുന്നു. അതില്ലാതാക്കുന്ന സമയത്ത് തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. അതിനപ്പുറം അവർക്ക് ശക്തി നൽകുന്ന, അവർക്ക് ആയുധം നൽകുന്ന, സൈന്യ സംവിധാനമായിരിക്കുന്ന കാര്യങ്ങൾ സഹായിക്കുന്ന രാജ്യത്തിന് പേരാണ് ഇറാൻ. അവിടെയാണ് ഇറാൻ ശത്രുവാകുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ജോർദാൻ കീഴടക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണ്. അവർ പ്രതിരോധിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും. ജോർദാൻ കഴിഞ്ഞാൽ പിന്നീട് അവിടെ സൗദി അറേബ്യ വരുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. സൗദി അറേബ്യയുടെ മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ സൗദി അറേബ്യയുടെ ഈ ഭൂപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലേക്ക് ഇസ്രായേലിൻ്റെ പ്രവേശനം ഉണ്ടാകുന്നതോടുകൂടി അറേബ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള ചരിത്രപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചരിത്രപരമായിരിക്കുന്ന ശേഷിപ്പുകൾ ഇല്ലാതാകും. അത് മുൻപേ പറയപ്പെട്ട ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നതിന് മുമ്പ് ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് വളരെ കൃത്യതയോടുകൂടി അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെയും അതിൻ്റെ ചരിത്രത്തെയും അമേരിക്കയും അതിൻ്റെ സംവിധാനത്തെയും കൂടി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂപ്രദേശം നഷ്ടപ്പെട്ടു പോകും. ഭൂപ്രദേശം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടു പോകും. അതില്ലാതാകണമെങ്കിൽ ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. ആ പോംവഴി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾ ആരാണോ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ഈ പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഏറെക്കുറെ അങ്ങനെ തന്നെ ആയി വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ഒരു വിലയിരുത്തൽ, അത് ഇറാനും അമേരിക്കയും തമ്മിൽ, അഥവാ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് നിയന്ത്രണം വിട്ടുള്ള ആക്രമണമാണ്. ഒരു കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, എന്ത് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇറാൻ നേരെ തിരിച്ചാണ്. ഇറാൻ്റെ ആക്രമണം എന്ന് പറയുന്ന പുതിയ തന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നത് ചെറിയ ആക്രമണം കൊണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ ആക്രമണം കൊണ്ട് കനത്ത നാശമുണ്ടാകുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. ഇറാൻ ഈ അടുത്ത കാലത്ത് ആക്രമിച്ച ഒരു ആക്രമണവും പിഴച്ചു പോയിട്ടില്ല. അമേരിക്ക അത് പ്രതിരോധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാമെന്നല്ല, പ്രതിരോധിച്ചിട്ടില്ല എന്നുള്ളത് അവർക്കും അറിയാം, ലോകത്തിനും അറിയാവുന്നതാണ്. ചെറിയ ആക്രമണത്തിൽ വലിയ നാശങ്ങളും നഷ്ടങ്ങളും സർവ്വ മേഖലയിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ US-ൻ്റെ ആക്രമണത്തിന് ആഘാതം കുറയുകയും ഇറാൻ്റെ ആക്രമണത്തിന് കനത്ത പ്രഹരം ഉണ്ടാവുകയും ചെയ്യുന്നു. രണ്ടും രണ്ട് തലത്തിലൂടെ സഞ്ചരിക്കുന്നു. അത് ഇസ്രായേലും
ഹമാസിൻ്റെ ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഏറ്റവും ശക്തമായിരിക്കുന്ന യുദ്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗസയെ പലസ്തീൻ ആക്രമിക്കുന്നു. പാലസ്തീനുള്ള ഗസയിലെ ഹമാസിൻ്റെ ആളുകൾ എന്ത് ചെയ്യുന്നു? ചെറിയ PVC പൈപ്പ് പോലെയുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ വിലക്ക് അതിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള സംവിധാനം ഒരുക്കുന്നു. അപ്പോൾ സാമ്പത്തികം കുറവ് ഇഷ്ടം പോലെ ഉപയോഗിക്കാം എന്നുള്ളിടത്തേക്ക് ഗസ എത്തുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നിടത്തേക്ക് ഇസ്രായേലും എത്തുന്നു. ആ തരത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ. നമ്മൾ പറഞ്ഞു വരുന്നത് ജോർദാനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങൾ അത് അറേബ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇറാൻ ചെയ്യുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന്